എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മുടെ വീട്ടില് നിത്യമുള്ള ചേരുവകൾ മാത്രം മതിയാകും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല മുരുമുരാന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ ഈസി സ്നാക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 10 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ പലഹാരത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ ബ്രെഡാണ്. അപ്പോൾ ഇത്രയും ബാക്കി വന്നപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു നല്ലൊരു കടിയാക്കി മാറ്റാന്ന് വിചാരിച്ചു. അതിനായിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ബ്രെഡൊക്കെ ബാക്കി വരുവാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കണേ. മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ബ്രെഡെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം. ബ്രെഡ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് പൊടിയായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഒരു തക്കാളി പൊടിയായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, ഒരു 10 വെളുത്തുള്ളി കട്ട് ചെയ്തത്, എരിവിനാവശ്യമായ പച്ചമുളക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്രയും പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ചേരുവകള് ഈ ഒരു ബ്രെഡിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടി കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈകൊണ്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി വേണം കുഴച്ചെടുക്കാനായിട്ട്. സവാളയിലും തക്കാളിയിലൊക്കെ വെള്ളം ഉള്ളതാണ്. ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുവാണെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി തീരും. നിങ്ങളുടെ കൈവശം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർക്കാം. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കി വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് ആ തക്കാളിയുടെയും വെള്ളം കൊണ്ടാണ് ഇതൊന്ന് നനവായി കിട്ടുന്നത്. ഞാനിപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. 2 സ്പൂൺ അളവില് ടൊമാറ്റോ സോസാണ് ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. സോസും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവില് കോൺഫ്ലോർ കൂടെ ചേർക്കാം. നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരമായിട്ട് മൈദ ചേർക്കാം. അതുപോലെ അരിപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കൂട്ടൊന്ന് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ആ സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ആ ഒരു വെള്ളം ഇറങ്ങി ഇതൊന്നുകൂടെ നനവായി കിട്ടും. ഒരു 10-15 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരം നമ്മുടെ ഈ ഒരു ബ്രെഡിന്റെ കൂട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും മൂടി തുറന്നിട്ട് നമുക്കിതെല്ലാം ഒന്നുകൂടെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം തന്നെ നനവായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് നനവ് പോരായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വെള്ളം കുടഞ്ഞ് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഒന്നും കൂടെ കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇനി നമ്മുടെ കൈവച്ച് ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അധികം ഒന്നും ഉരുട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാകും. നമുക്ക് വറുത്തെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഓരോന്നും ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് തയ്യാറാക്കുവാണെങ്കിൽ ഇത് ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡിന്റെ കൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പലഹാരം പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. നമുക്കൊരു 2-3 തവണകൾ കൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആദ്യ തവണ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ ഭാഗം നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നല്ലപോലെ മുരിഞ്ഞതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കോൺഫ്ലോറിന് പകരമായിട്ട് അരിപ്പൊടിയും ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ സ്നാക്ക് ഒന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോഴേക്കും ഈ ഒരു സ്നാക്ക് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും മുരുവായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്ക് ഈ സ്നാക്ക് കോരി മാറ്റാം.
നല്ലവണ്ണം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം രണ്ടാമതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമതും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും താഴെ ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അരച്ചിട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും ഞാനിവിടെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് എല്ലാവരും വീടുകൾ തയ്യാറാക്കി വെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകൾ തയ്യാറാക്കി വെക്കണം. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അതും നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.